ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, അതും ലോങ് വീഡിയോ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഡെയ്സി ഫ്ലവർ ബുക്ക് മാർക്കാണ്. സോ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് യെല്ലോ യാൺ വേണം, ഗ്രീൻ യാൺ വേണം, വൈറ്റ് യാൺ വേണം, സീസേഴ്സ് അല്ലെങ്കിൽ നൈഫ് വേണം, അതുപോലെ തന്നെ യാൺ നീഡിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ യെല്ലോ യാണ് നമ്മൾ സെൻറ്റർ പോർഷന് വേണ്ടിയിട്ടും, വൈറ്റ് യാണ് നമ്മൾ പെറ്റൽസിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഗ്രീൻ യാണ് നമ്മൾ സ്റ്റെമ്മിന് വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ 4.0 mm ഹൂക്കാണ് യൂസ് ചെയ്യുന്നത്. നൈഫും അതുപോലെ തന്നെ യാൺ നീഡിലും പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി സെൻറ്റർ ഭാഗമാണ്. അപ്പോൾ സെൻറ്റർ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ യെല്ലോ യാണ് എടുക്കുക. എന്നിട്ട് ഈ രണ്ട് വിരലിൻ്റെ മുകളിൽ ഈ ഒരു യാണ് ചുറ്റി കൊടുക്കുക. ഇങ്ങനെ ക്രോസ് മാർക്ക് വരുന്ന രീതിയിൽ ചുറ്റി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ ഹൂക്ക് ഈ ഒരു ക്രോസിൻ്റെ സെൻറ്റർ പോർഷനിലൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ വിരൽ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൽ കാണുന്ന പോലെ ഇതിലത്തെ രണ്ടാമത്തെ ഭാഗം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തെടുക്കുക. ശേഷം വീണ്ടും അതേ സാധനം എടുത്തിട്ട് ഈ ഒരു ചെയിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും പുറത്തെടുക്കുക. എന്നിട്ട് അത് നമ്മളുടെ കൈ റിലീസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഇതാണ് നമ്മളുടെ മാജിക് റിങ് എന്ന് പറയുന്നത്. എന്തായാലും മാജിക് റിങ് ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പോൾ വേഗം ഒരു 8 സിംഗിൾ ക്രോഷറ്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിക്കോളി. അപ്പോൾ സിംഗിൾ ക്രോഷറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഹൂക്ക് അതിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ആ യാണൊന്ന് ആ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തെടുക്കുക. ശേഷം ആ ഹൂക്കിലുള്ള 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ആ യാണ് വലിച്ചെടുക്കുക. ഇതാണ് നമ്മളുടെ സിംഗിൾ ക്രോഷറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലത്തെ 7 സിംഗിൾ ക്രോഷറ്റും കൂടെ ഉണ്ടാക്കണം. അതായത് ടോട്ടൽ 8 സിംഗിൾ ക്രോഷറ്റ് നമുക്ക് ആവശ്യമുണ്ട്. സോ ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ആ റിങ്ങിലുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ആ റിങ്ങിൻ്റെ ടെയിൽ പിടിച്ച് ഒന്ന് വലിക്കുക. അപ്പോൾ ആളുടെ ഓപ്പണിംഗ് ഒന്ന് ക്ലോസ് ചെയ്ത് കിട്ടും. ആ ടെയിലൊക്കെ മുറിക്കിയതിന് ശേഷം നമ്മളുടെ ഫസ്റ്റ് ചെയിനിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് ചെയിനിലേക്ക് നമ്മളുടെ ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൂക്ക് ആ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ലൂപ്പിലൂടെ നമ്മൾ അത് ഇൻസേർട്ട് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു ചെയിനും കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് വലിയൊരു ടെയിൽ വരുന്ന രീതിയിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് വലിച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ സെൻറ്റർ. അപ്പോൾ ഇനി അടുത്ത പണി എന്ന് പറയുന്നത് പെറ്റൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെൻട്രൽ പോർഷനിലുള്ള ഏതൊരു ചെയിനിൽ വേണമെങ്കിലും ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻസേർട്ട് ചെയ്യുന്നത് ഈ ഒരു ഞാൻ കെട്ടിയ ഭാഗത്തിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ചെയിനിലാണ് ഞാൻ ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ആ വൈറ്റ് യാണ് എടുത്തിട്ട് ആ ഒരു ചെയിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ശേഷം ഇനി നമ്മൾ ഒരു ചെയിനും കൂടെ ചെയ്തിട്ട് ആ ഒരു ടെയിലുമ്മ പിടിച്ചൊന്ന് വലിക്കുക. അപ്പോൾ അതൊന്ന് ടൈറ്റായിട്ട് നിൽക്കും. ഇനി നമ്മൾ 3 ചെയിൻ സ്റ്റിച്ചുകൾ ചെയ്യണം. ഇനി അതേ ചെയിനിലേക്ക് തന്നെ നമ്മൾ 2 ഡബിൾ ക്രോഷറ്റുകൾ ചെയ്യണം. അപ്പോൾ ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഹൂക്കിൽ ആ ഒരു നൂല് ചുറ്റി കൊടുക്കുക. എന്നിട്ട് അതേ സെയിം ചെയിനിലേക്ക് തന്നെ നമ്മൾ ആ ഒരു ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു യാൺ ആ ചെയിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ ആ ഒരു ഹൂക്കിൽ 3 ലൂപ്പുകൾ ഉണ്ടാവും. അതിലത്തെ ആദ്യത്തെ 2 ലൂപ്പിൽ നമ്മൾ ആദ്യം ആ ഒരു യാണ് പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് ശേഷം അവസാനത്തെ ആ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത ഡബിൾ ക്രോഷറ്റും ചെയ്യണം.
നമ്മളുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി 3 ചെയിൻ സ്റ്റിച്ചുകൾ ചെയ്യണം. അതിന് ശേഷം നമ്മൾ അതിലേക്ക് അതേ സെയിം ചെയിനിലേക്ക് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത പെറ്റലിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും 3 ചെയിൻ സ്റ്റിച്ചുകൾ ചെയ്യുക. ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും മീൻസ് ആ ഡബിൾ ക്രോഷേറ്റും അതുപോലെ തന്നെ 3 ചെയിനും സ്ലിപ്പ് സ്റ്റിച്ചും ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ചെയിനിലാണ്. അതായത് നമ്മൾ ഇത്രയും നേരം വർക്ക് ചെയ്തത് ഏത് ചെയിനിലാണോ അതിൻ്റെ തൊട്ടടുത്തുള്ള ചെയിനിലാണ് നമ്മൾ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഈ സൈക്കിൾ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. സോ അങ്ങനെ നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ലാസ്റ്റ് 8 പെറ്റൽസ് നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ മൊത്തത്തിൽ 7 പെറ്റലായി. ഇനി 8ാമത്തെ പെറ്റലാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെറ്റൽ ഇപ്പോൾ 3 സ്റ്റിച്ച്, പിന്നെ ഈ ഒരു ലാസ്റ്റത്തെ ലൂപ്പിലേക്കാണ് നമ്മൾ 2 ഡബിൾ ക്രോഷേറ്റുകളും പിന്നെ ബാക്കി ഒരു 3 ചെയിനും പിന്നെ അതിലേക്ക് തന്നെ സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്യണം. അങ്ങനെ ലാസ്റ്റ് പെറ്റലും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള പെറ്റലിൻ്റെ ഫസ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ പെറ്റൽസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു ചെയിനും കൂടെ ചെയ്തിട്ട് കുറച്ച് വലിയ ടെയിൽ വരുന്ന രീതിയിൽ ആ ഒരു യാൺ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് വലിച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി അടുത്ത പണി എന്ന് പറയുന്നത് സ്റ്റെം ഉണ്ടാക്കലാണ്. നോർമലി 45 മുതൽ 55 ചെയിൻ വരെയാണ് ഇതിന് ഇടാറ്. അപ്പോൾ ഇത് നിങ്ങളുടെ ബുക്കിൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ 45 ചെയിനാണ് ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ സ്ലിപ്പ് നോട്ട് ഇടണം. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഈ ഒരു ഹൂക്ക് എടുത്തതിന് ശേഷം ഈ ഒരു യാണിൽ 2 വട്ടം ചുറ്റി കൊടുക്കുക. ശേഷം ആ ഒരു യാണ് ആ ഒരു ലൂപ്പിലൂടെ പുറത്തെടുക്കുക. എന്നിട്ട് ആ ടെയിൽ വലിച്ചൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഇതാണ് ഒരു ഈസി മെത്തേഡ്. ഈ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി അതുമല്ല, നിങ്ങൾക്ക് സ്ലിപ്പ് നോട്ട് ഇടാൻ വേറെ മെത്തേഡുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വിരലിൽ ഈ കാണുന്ന പോലെ ഈ ഒരു യാണ് ചുറ്റി കൊടുക്കുക. ശേഷം ആ കൈ വിരൽ റിലീസ് ചെയ്തതിന് ശേഷം മേലെന്ന് താഴത്തോട്ട് ഹൂക്ക് ഇട്ടിട്ട് ആ ഒരു യാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. എന്നിട്ട് ആ ടെയിലൊന്ന് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ ഈ ചെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. ഫൈനലി നമ്മളുടെ ചെയിനിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് നമ്മളിപ്പം എത്ര ചെയിനാണ്, അപ്പം ഞാൻ പറയുകയാണെങ്കിൽ 45 ചെയിനാണ് ഞാൻ ചെയ്തത്. അതിനേക്കാളും ഒന്ന് കൂട്ടി, അതായത് 46 ചെയിൻ ഞാൻ ചെയ്യും.
അതായത് നിങ്ങളും അതേപോലെ തന്നെ നിങ്ങൾ എത്ര ചെയിനാണോ എടുക്കാൻ വിചാരിച്ചത് അതിനേക്കാളും ഒന്ന് കൂട്ടി കൊടുക്കുക. ശേഷം നിങ്ങൾ ഒരു വലിയ ടെയിൽ വരുന്ന രീതിയിൽ നിങ്ങളതൊന്ന് ആ ഒരു യാണ് കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ തുന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു ടെയിൽ ലീവ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് വലിച്ചിട്ട് ഒന്ന് മുറുക്കി കൊടുക്കുക. അങ്ങനെ ഞാൻ ഈ പൂവിൻ്റെ ബാക്കിലുള്ള എല്ലാ യാണുകളും ഒന്ന് തുന്നി വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ഈ ഒരു സ്റ്റെം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതെങ്ങനെയാണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. ഞാനിത് പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് വൃത്തിക്കുറവൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ട് വെട്ടാനും കുറിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇനി നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട സമയത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ ടെയിൽ ഉണ്ടാവും. ആ ടെയിലൊന്ന് വെട്ടി ചെറുതാക്കി കൊടുക്കുക. ഇതിൻ്റെ അറ്റത്ത് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതേ ഇതാണ് സാധനം. അപ്പോൾ ഇതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നേരിട്ട് കാണാൻ ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ഇതിനേക്കാളും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.